കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 3.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 3.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നോട്ട് ഡൗൺ ചെയ്യുക. 7592939616 എന്നതാണ് ആ നമ്പർ. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു. ലേൺവൈസ് ഒരുക്കുന്ന ഇഗ്നോ ഫോക്കസ് 3.0 എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് BA സോഷ്യോളജിയുടെ കോർ പേപ്പർ ആയിട്ടുള്ള സോഷ്യോളജി ഓഫ് ഇന്ത്യ BSOC 102ന്റെ PYQ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് നമ്മൾ ഇന്ന് നടത്താൻ പോകുന്നത്. സെഷനിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞാൻ എന്നെ പരിചയപ്പെടുത്താം. ഞാൻ സരിത, സോഷ്യോളജി അക്കാദമിക് മെന്റർ. 2024 ഡിസംബറിൽ ടേം ആൻഡ് എക്സാമിലേക്ക് പോകുന്ന BA സോഷ്യോളജി സ്റ്റുഡൻസിന്റെ ഒരു കോർ പേപ്പറുകളിൽ ഒന്നാണ് സോഷ്യോളജി ഓഫ് ഇന്ത്യ BSOC 102 എന്നുള്ള സബ്ജക്ട്. ഈ ഒരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് പൊതുവിൽ നമ്മുടെ പരീക്ഷയിൽ ചോദിച്ചേക്കാവുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഇതുവരെയുള്ള ജൂൺ 2024 ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അതുവരെയുള്ള ചോദ്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു PYQന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസിലൂടെയാണ് നമുക്ക് BSOC 102 എന്ന സബ്ജക്റ്റിന്റെ ഒരു എക്സാം പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് നമ്മൾ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത്. ഇതിൽ പ്രത്യേകമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏതാണ്, നിലവിൽ ഇതുവരെ നടന്നിട്ടുള്ള പരീക്ഷകളുടെ ചോദ്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനെ ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ള രീതിയിൽ അനാലിസിസ് ചെയ്തുകൊണ്ടാണ് സോഷ്യോളജി ഓഫ് ഇന്ത്യ, അതായത് BSOC 102 എന്ന സബ്ജക്റ്റിന്റെ നമ്മളൊരു PYQ അനാലിസിസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു PYQ അനാലിസിസ് നമ്മൾ നടത്തുന്നത് എൻറ്റയർ സിലബസിനെ ഉൾപ്പെടുത്തിക്കൊണ്ടും സിലബസിനകത്ത് ഡിസ്കസ് ചെയ്യുന്ന ബ്ലോക്ക് ആൻഡ് യൂണിറ്റ് ആൻഡ് ടോപ്പിക് വൈസ് ഇത് ഓരോന്നിനെയും ഇൻഡെപ്ത് ആയിട്ട് ക്രോസ് ചെക്ക് ചെയ്തുകൊണ്ട് ഓരോ വർഷവും നമ്മൾക്ക് ഉണ്ടായിട്ടുള്ള ടേം ആൻഡ് എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചുകൊണ്ട് അതിനെ ഓരോ കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് അതിനെ ഒരു കൃത്യമായിട്ടുള്ള ഓരോ പോർഷൻസുകളായിട്ട് ഡിവൈഡ് ചെയ്ത് ഏതൊക്കെ മേഖലകൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്, ഏതൊക്കെ മേഖലകളെയാണ് കൂടുതൽ എഫേർട്ട് ഇട്ട് പഠിക്കേണ്ടത്, ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് കൂടുതലായിട്ട് ചോദ്യങ്ങൾ ആവർത്തിച്ചിട്ടുള്ളത്, ഇനി ആവർത്തിക്കപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, മുതലായ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഇഗ്നു ഫോക്കസ് 3.0 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളുടെ ഒരു പേപ്പറിന്റെ ഒരു സ്വഭാവ രീതി എന്ന് പറയുന്നത് സോഷ്യോളജി എന്ന സബ്ജക്ട് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള അതിന്റെ എമർജൻസ് എങ്ങനെയാണ്, ഇന്ത്യൻ പേഴ്സ്പെക്റ്റീവ് എങ്ങനെയാണ്, സോഷ്യോളജിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇന്ത്യൻ സൊസൈറ്റിയുടെ ഒരു പേഴ്സ്പെക്റ്റീവ്സ് എങ്ങനെയാണ് എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിനകത്ത് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സൊസൈറ്റിയെ കൂടുതലായിട്ട് അറിയാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ അതിനൊരു സാധ്യത കൂടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, BSOC 102 അഥവാ സോഷ്യോളജി ഓഫ് ഇന്ത്യ എന്ന നമ്മളുടെ സബ്ജക്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. നമുക്ക് ഓൾറെഡി നമ്മൾ ജീവിക്കുന്ന സമൂഹവുമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ നിരന്തരമായിട്ടുള്ള ഇന്ററാക്ഷൻസുകളാണ് നമുക്ക് ഈ ഒരു സബ്ജക്റ്റിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളതെങ്കിലും ഈ ഒരു സബ്ജക്റ്റിനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് പരീക്ഷ എഴുതുക എന്നുള്ളതാണ് നമുക്കുള്ള ടാസ്ക്. നമുക്ക് ഓൾറെഡി അറിയാവുന്ന അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ്, അതായത് എസ്പെഷ്യലി ഇന്ത്യൻ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെയാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ സൊസൈറ്റിയുടെ ഫീച്ചേഴ്സും മറ്റു കാര്യങ്ങളാണ് ഇതിനകത്ത് നമ്മൾ പഠിക്കുന്നതെങ്കിൽ പോലും ഇതിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് ഒരു പരീക്ഷാ പേപ്പറിൽ പകർത്തുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ട പ്ലാനുകളുണ്ട്, എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ അറിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇതൊരു പരീക്ഷയുടെ ഭാഗമാകുന്നതുകൊണ്ട് തന്നെ ഇത് ഏത് രീതിയിലാണ് നമ്മൾ പരീക്ഷ എഴുതി അവതരിപ്പിക്കേണ്ടത്, അവതരിപ്പിച്ചാൽ മാത്രം പോലെ നല്ല മാർക്ക് കൂടെ നമുക്ക് സ്കോർ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഇത്തരത്തിലൊരു അക്കാദമിക്കലായിട്ട് അല്ലെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഈ ഒരു സബ്ജക്റ്റിനെ ഏതൊക്കെ രീതിയിലാണ് ഫോക്കസ് ചെയ്ത് പഠിക്കണം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്.
പ്രധാനമായിട്ടും നമ്മളുടെ ഇഗ്നു ഫോക്കസ് 3.0 നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ ഒരു സബ്ജക്റ്റിന്റെ സ്വഭാവ രീതി എന്താണെന്നുള്ളത്. നമ്മൾ ഇഗ്നു ഫോക്കസ് 3.0 നമ്മൾ ഈ ഒരു സബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ BSOC 102 ഒരു സിലബസ് വൈസ് അല്ലെങ്കിൽ ഓരോ സിലബസിന്റെ ഇൻഡെപ്ത് ആയിട്ട് പഠിക്കുകയും അതോടൊപ്പം തന്നെ നിലവിൽ ഇതുവരെ നടന്നിട്ടുള്ള പരീക്ഷകളുടെ ടേം ആൻഡ് എക്സാമുകളുടെ PYQs ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡാറ്റ ഡ്രിവൻ മെത്തഡോളജി അല്ലെങ്കിൽ വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു സ്റ്റഡീസിലൂടെയാണ് നമ്മൾ ഇഗ്നു ഫോക്കസ് 3.0 നിങ്ങൾക്കായിട്ട് നമ്മൾ നടത്തുന്നത് അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങളുടെ സബ്ജക്റ്റിനെ കുറിച്ചിട്ടുള്ള നമ്മൾ പഠിക്കുന്ന നമ്മുടെ സബ്ജക്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു അനാലിസിസ് നമ്മൾ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഇൻഡെപ്ത് ആയിട്ടുള്ള അനാലിസിസ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൃത്യമായിട്ടുള്ള സിലബസ് മാപ്പിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെയാണ്. അതായത് ഓരോ ബ്ലോക്കുകളെയും നമ്മൾ ഈ ഒരു സബ്ജക്റ്റിനകത്ത് ഡിസ്കസ് ചെയ്യുന്ന ഓരോ ബ്ലോക്കുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള യൂണിറ്റുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കുകളെയും എക്സാം റെലവൻസിന്റെ അടിസ്ഥാനത്തിൽ ഡിസ്കസ് ചെയ്തു പോകുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. സെക്കൻഡ്, അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? എക്സാം പാറ്റേൺ അനാലിസിസ് ആണ്. അതായത് നാളിതുവരെ നടന്നിട്ടുള്ള പരീക്ഷകളിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അല്ലെങ്കിൽ അത് ക്വസ്റ്റ്യൻസിന്റെ ഒരു പ്രത്യേകതകൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ ചോദ്യങ്ങളാണ് നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിനെ പരിചയപ്പെടുത്തുക, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു സ്വഭാവം എങ്ങനെയാണ്, സ്വഭാവ രീതി എന്താണ് എന്നുള്ളത് പരിചയപ്പെടുത്തുന്ന ഒരു എക്സാം പാറ്റേൺ അനാലിസിസ് നമ്മൾ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ അതോടൊപ്പം തന്നെ അടുത്തായിട്ട് നമ്മൾ ഇതിനകത്തൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യുന്ന മറ്റൊന്നാണ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അനാലിസിസ് ബൈ ബ്ലോക്ക്, യൂണിറ്റ് ആൻഡ് ടോപ്പിക്സ് എന്നുള്ളത്. അതായത് ഓരോ ബ്ലോക്കുകളിൽ നിന്നും അല്ലെങ്കിൽ ഓരോ യൂണിറ്റുകളിൽ നിന്നും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് നമ്മൾ അനാലിസിസ് ചെയ്തുകൊണ്ട് ആ ക്വസ്റ്റ്യൻസിന്റെ റെലവൻസ് കൂടെ നിങ്ങൾക്ക് മുന്നിലെ നമ്മൾ പ്രസന്റ് ചെയ്യുന്നുണ്ട്. ദെൻ നമുക്ക് ഒരു പ്രഡിക്ഷൻ കൂടെയാണ്. ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇത്തവണയും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാവാം എന്നുള്ളൊരു പ്രഡിക്ഷൻ കൂടെ നമ്മൾ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്കായിട്ട് 2024 ഡിസംബറിൽ നടത്തുന്ന എക്സാമിലേക്കുള്ള നമ്മുടെ BSOC 102 ചോദിക്കാവുന്ന ഒരു ചോദ്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ നമ്മൾ ഇതിനകത്ത് നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ നമ്മൾ പരീക്ഷയ്ക്ക് എടുക്കുന്ന തയ്യാറെടുപ്പുകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. പരീക്ഷയ്ക്ക് തയ്യാറെടുപ്പുകൾ നടന്നതിൽ പോരാ, അത് എങ്ങനെ പ്രസന്റ് ചെയ്യണം, പഠിച്ച കാര്യങ്ങൾ എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നുള്ളത് വലിയൊരു ക്രൈറ്റീരിയ തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ ഈ പഠിച്ച കാര്യങ്ങൾ എങ്ങനെ നല്ല രീതിയിൽ ഫലവത്തായിട്ട് നമുക്ക് പ്രസന്റ് ചെയ്യാം എന്നൊരു കാര്യം കൊണ്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന അല്ലെങ്കിൽ പറഞ്ഞു തരുന്ന ഡിസ്കസ് ചെയ്യുന്ന ഒരു സെഷൻ കൂടെ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് മോഡൽ ആൻസേഴ്സ് വിത്ത് ഇവാലുവേഷൻ ക്രൈറ്റീരിയ എന്നാണ് നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തി. ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഏത് രീതിയിൽ എഴുതുന്ന സമയത്ത് ഓരോ ചോദ്യത്തിലും ഉണ്ടായേക്കാവുന്ന മാർക്കുകൾ പ്രകാരമാണ്, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, അതിന് ഇവാലുവേഷൻ ക്രൈറ്റീരിയ എങ്ങനെയാണ് നടപ്പിലാക്കുന്നത്, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള രീതി ഏതൊക്കെ സ്ട്രക്ചറൽ ആൻസേഴ്സ് എഴുതണം മുതലായ കാര്യങ്ങളാണ് ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതോടെ തന്നെ ഈ നമ്മളുടെ ഈ ഒരു PYQs നമ്മൾ അനാലിസിസ് ചെയ്യുന്ന കൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ട് വരാൻ സാധ്യതയുള്ള, വളരെ ഫ്രീക്വന്റ് ആയിട്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ മനസ്സിലാക്കുകയും അത് നമുക്ക് വളരെ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുവാനുള്ള ഒരു അവസരം കൂടെ നമുക്ക് ഇതിനകത്ത് നമ്മളുടെ ഇഗ്നു ഫോക്കസ് 3.0 നമ്മൾ നിങ്ങൾക്കായിട്ട് ഒരു അവസരം ഒരുക്കുന്നു എന്നുള്ളതാണ്. ദെൻ നമുക്ക് BSOC 102 അതായത് സോഷ്യോളജി ഓഫ് ഇന്ത്യ എന്നൊരു സബ്ജക്റ്റിലേക്ക് നമ്മൾ കിടക്കുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇന്ത്യൻ സൊസൈറ്റിയുടെ ഒരു ബേസിക് ഫീച്ചേഴ്സിനെയാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഇൻഡോളജി എന്താണ്, കൊളോണിയൽ കാലഘട്ടം എന്താണ്, അതിന്റെ നാഷണലിസ്റ്റ് ഡിസ്കോഴ്സസ്, ദെൻ ട്രൈബൽ കമ്മ്യൂണിറ്റി, റൂറൽ, അർബൻ ആൻഡ് ഇൻഡസ്ട്രിയൽ ഡയമെൻഷൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി. അങ്ങനെ ഇന്ത്യൻ സൊസൈറ്റിയുടെ ഒരു ആരംഭ കാലഘട്ടം മുതൽക്ക്, അതായത് ഇന്ത്യൻ സൊസൈറ്റിയുടെ ഫീച്ചേഴ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കണ്ടംപററി വരെയുള്ള കാലഘട്ടങ്ങളെ നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുന്ന ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് നമുക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സബ്ജക്റ്റിനെ നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് അതിനെ കൃത്യമായിട്ട് നമുക്ക് പരീക്ഷയിൽ
ഫോക്കസ് ചെയ്യുക, അല്ലെങ്കിൽ പരീക്ഷയിൽ ഒരു എക്സാം ഓറിയന്റഡ് ആയിട്ട് അതിന് നമുക്ക് പ്രസന്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു രീതി നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ അത്തരത്തിൽ നിങ്ങൾക്ക് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ സ്കിൽ കൂടെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനായിട്ട് നമ്മളുടെ ഇഗ്നു ഫോക്കസ് 3.0 നിങ്ങൾക്ക് സഹായിക്കുന്നതാണ്. നിങ്ങളുടെ ഓരോ നമ്മളുടെ സെഷന്റെ സമയത്തും നമ്മളുടെ കൃത്യമായിട്ടുള്ള ക്ലാസ്സുകളിലൂടെയും നിങ്ങൾക്ക് മെന്റർഷിപ്പിലൂടെയും എല്ലാം നമുക്ക് നിങ്ങൾ ഡൗട്ട് ക്ലിയറൻസും എല്ലാ കാര്യങ്ങളും നമുക്ക് നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ലേൺ വൈസ് നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മോട്ടിവേഷൻ, സ്റ്റഡീസിന്റെ ഒരു മോട്ടിവേഷൻ കൂടെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സാമിലേക്ക് നിങ്ങൾക്കുള്ള ഒരു ഗൈഡൻഷിപ്പ് കൂടെയാണ് നമ്മളുടെ ഇഗ്നു ഫോക്കസ് 3.0 നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ നമ്മൾക്ക് നമ്മളുടെ സെഷൻ അതായത് നമ്മൾക്ക് കൃത്യമായിട്ട് DSOC 102 എന്ന സബ്ജക്റ്റിനെ ഏത് രീതിയിൽ പഠിക്കാം എന്നുള്ള രീതിയിൽ നോക്കുവാണെങ്കിൽ നമ്മൾ സിലബസ് മാപ്പിംഗ് വിത്ത് എക്സാം റെലവൻസ് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതായത് ഓരോ ബ്ലോക്കുകളിൽ നിന്നും ചോദിക്കാവുന്ന അല്ലെങ്കിൽ ഓരോ ബ്ലോക്കുകളിലെയും യൂണിറ്റുകളിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ റെലവെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഉദാഹരണം, ബ്ലോക്ക് അണ്ടർസ്റ്റാൻഡിംഗ് ഇന്ത്യ മേജർ ഡിസ്കോഴ്സസ് എന്ന ബ്ലോക്കിൽ നിന്നും യൂണിറ്റ് ഇൻഡോളജിക്കൽ, കൊളോണിയൽ ആൻഡ് നാഷണലിസ്റ്റ് ഡിസ്കോഴ്സസ് എന്ന യൂണിറ്റിൽ നിന്ന് നമുക്ക് ചോദിക്കാവുന്ന അല്ലെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഇൻഡോളജിക്കൽ പെർസ്പെക്റ്റീവ് എന്നുള്ളതാണ്. 5 തവണയാണ് ഈ ചോദ്യം ആവർത്തിച്ചിട്ടുള്ളത്. ഇതിന്റെ റെലവൻസ് എന്ന് പറയുന്നത് മീഡിയം റെലവൻസിലാണ് നൽകിയിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ഈ റെലവൻസിന്റെ കളേഴ്സ് നൽകിയിരിക്കുന്നത് ഓറഞ്ച്, റെഡ്, ഗ്രീൻ എന്ന രീതിയിലാണ്. ഈ ഓറഞ്ച് കളേഴ്സിൽ നമ്മൾ പ്രസന്റ് ചെയ്യുന്നത് മീഡിയം ഫോക്കസ് കൊടുക്കുന്ന അല്ലെങ്കിൽ മീഡിയം റെലവൻസ് ഉള്ള ടോപ്പിക്കുകളാണ് ഓറഞ്ച് നിറത്തിൽ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്, ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ദെൻ അതേ ചാപ്റ്ററിൽ നിന്ന് തന്നെ, അതേ ബ്ലോക്കിൽ നിന്ന് തന്നെ ഇൻഡോളജിക്കൽ, കൊളോണിയൽ ആൻഡ് നാഷണലിസ്റ്റ് ഡിസ്കോഴ്സസ് എന്ന യൂണിറ്റിനകത്ത് നിന്ന് തന്നെ കൊളോണിയൽ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് 6 തവണ നമുക്ക് ഈ ചോദ്യം നമ്മൾ ടേം എക്സാമുകളിൽ ആവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊരു മീഡിയം റെലവൻസ് ആണ് ഈ ഒരു ഭാഗത്തിന് കൊടുക്കാനുള്ളത്. ദെൻ നാഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് 4 തവണ ചോദ്യം ഉണ്ടായിട്ടുണ്ട് പരീക്ഷകളിൽ. അതുകൊണ്ട് തന്നെ നമ്മളൊരു മീഡിയം എഫേർട്ട് ഇട്ട് അല്ലെങ്കിൽ മീഡിയം റെലവൻസ് കൊടുക്കേണ്ട പാഠഭാഗമാണിത്. ദെൻ നമ്മളുടെ ഇന്ററഗേറ്റിംഗ് ഇന്ത്യൻ സൊസൈറ്റി 1 എന്നുള്ളതിനകത്ത് ട്രൈബ്, വില്ലേജ് ആൻഡ് അഗ്രേറിയൻ ക്ലാസസ് എന്ന യൂണിറ്റിൽ നിന്നും ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രൈബ്സ് എന്നുള്ളത് 7 തവണ പരീക്ഷയിൽ ആവർത്തിക്കപ്പെട്ടിട്ടുള്ള ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഹൈലി റെലവൻസ് ആണ് നമ്മൾ കൊടുത്ത് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. ദെൻ അതേ യൂണിറ്റിൽ നിന്ന് തന്നെ വില്ലേജ് പവർ സ്ട്രക്ചർ എന്നുള്ളത് 5 തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു മീഡിയം റെലവൻസ് ആണ് നമ്മുടെ ഈ ഒരു ഭാഗത്തിന് നമ്മൾ കൊടുക്കുന്നത്. ദെൻ അഗ്രേറിയൻ ക്ലാസ് സ്ട്രക്ചർ എന്ന ടോപ്പിക്ക് 6 തവണ ചോദിച്ചിട്ടുണ്ട്. നമുക്കൊരു മീഡിയം റെലവൻസ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ദെൻ നമ്മളുടെ ഇന്ററഗേറ്റിംഗ് ഇന്ത്യൻ സൊസൈറ്റി 2 എന്നതിൽ ഫാമിലി, റിലീജിയൻ, റേസ്, പൊളിറ്റി, എക്കണോമി എന്ന യൂണിറ്റിൽ നിന്ന് ഫാമിലി പാറ്റേൺസ് എന്നുള്ളത് 8 തവണ ചോദിച്ചിട്ടുള്ള 8 തവണ ചോദിച്ചിട്ടുള്ള ഭാഗമാണ്.
അതുകൊണ്ട് തന്നെ നമുക്ക് ഹൈലി റെലവൻസ് ആയിട്ട് വളരെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാഠഭാഗമാണ് ഫാമിലി പാറ്റേൺസ് എന്നുള്ളത്. ദെൻ നമ്മളുടെ അതേ പാഠഭാഗത്ത് നിന്ന് തന്നെ റിലീജിയസ് സോഷ്യോളജി എന്നുള്ളത് 9 തവണ ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്, 9 തവണ ആവർത്തിക്കപ്പെട്ടിട്ടുള്ള ഭാഗമാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഹൈലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹൈലി റെലവെന്റ് ആയിട്ടുള്ള ഭാഗം തന്നെയാണ് ഇത്. ദെൻ നമ്മൾ ഇതേ പാഠഭാഗത്ത് നിന്ന് തന്നെ റേസ് ആൻഡ് എത്നിസിറ്റി എന്നുള്ളത് 6 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. അതുകൊണ്ട് നമുക്കൊരു മീഡിയം ഫോക്കസ് ചെയ്ത് കൊടുക്കുന്ന അല്ലെങ്കിൽ മീഡിയം പ്രയോറിറ്റൈസ് ചെയ്യേണ്ട പാഠഭാഗമാണ്. ദെൻ ഇന്ത്യൻ പൊളിറ്റി ആൻഡ് സൊസൈറ്റി എന്ന വിഷയത്തിലേക്ക് വരുവാണെങ്കിൽ 5 തവണയാണ് ഈ ചോദ്യം ആവർത്തിച്ചിട്ടുള്ളത്. നമ്മുടെ ഒരു മീഡിയം ഫോക്കസ് ആണ് ഇതിനുള്ളത്. ദെൻ എക്കണോമി ആൻഡ് സൊസൈറ്റി എന്നുള്ളത് 7 തവണ ആവർത്തിക്കപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് അല്ലെങ്കിൽ പാഠഭാഗമാണ് എക്കണോമി ആൻഡ് സൊസൈറ്റി എന്നുള്ളത്. ഫാമിലി, റിലീജിയൻ, റേസ്, പൊളിറ്റി ആൻഡ് എക്കണോമി എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്നുമാണ് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത്. ദെൻ നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ഇനി നമുക്ക് നിങ്ങൾ ഈ കാണുന്ന ബാർ ചാർട്ട് എന്ന് പറയുന്നത് ഓരോ യൂണിറ്റുകളുടെയും അല്ലെങ്കിൽ ടോപ്പിക്കുകളുടെയും ഫ്രീക്വൻസി അനുസരിച്ചിട്ടുള്ള ഇതുവരെ ചോദിച്ചിട്ടുള്ള നമ്മൾ തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ള അതിന്റെ ഫ്രീക്വൻസീസിന്റെ ഒരു ബാർ ചാർട്ട് പ്രസന്റേഷൻ ആണ് നമ്മളിത് നിങ്ങൾക്ക് മുന്നിൽ കാണുന്നത്. ദെൻ അതിന്റെ ഒരു പൈ ചാർട്ട് രൂപത്തിലുള്ള ഒരു പ്രസന്റേഷനും കൂടിയാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഇതിനകത്ത് 34% എന്ന് പറയുന്നതും 63% നമ്മളുടെ ടോപ്പിക് പാസ്റ്റ് എക്സാമുകളിൽ വന്നിട്ടുള്ള ഫ്രീക്വൻസീസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഫ്രീക്വൻസീസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു കാൽക്കുലേഷൻസിന്റെ ഒരു പൈ ചാർട്ട് പ്രസന്റേഷൻ ആണ് നമ്മൾ ഇത് കാണിച്ചിരിക്കുന്നത്. ദെൻ നമ്മളുടെ ഓരോ യൂണിറ്റുകളെയും നമ്മൾ പറഞ്ഞു ഹൈ, മീഡിയം, ലോ എന്ന രീതിയിലാണ് നമ്മൾ ബ്ലോക്കുകളെയും ടോപ്പിക്കുകളെയും നമ്മൾ നൽകിയിരിക്കുന്നത്, കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ ഫ്രീക്വൻസിയുടെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് ഓർക്കേണ്ടതാണ്. ദെൻ നമ്മൾ ഇതിനകത്ത് കണ്ടു പല കളേഴ്സിലും നമ്മൾ ഇതിനകത്ത് കണ്ടിരുന്നു. അതിനകത്ത് റെഡ് മാർക്ക് അല്ലെങ്കിൽ റെഡ് കളറിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ വളരെ ഡോമിനന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈലി റെലവെന്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. അത്തരത്തിൽ നോക്കുമ്പോൾ നമുക്ക് വളരെ ഹൈലി കാണാൻ പറ്റുന്ന ഭാഗങ്ങൾ എല്ലാം തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളായിട്ടും ഓറഞ്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഓറഞ്ച് കളറിൽ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഭാഗങ്ങളെല്ലാം തന്നെ മീഡിയം എഫേർട്ട് ഇട്ട് അല്ലെങ്കിൽ മീഡിയം റെലവൻസ് ഉള്ള ഭാഗങ്ങളും ഗ്രീൻ മാർക്കിലേക്ക് വരുന്നവ വളരെ ലോ റെലവൻസിൽ വരുന്ന ടോപ്പിക്കുകൾ എന്ന രീതിയിലാണ് നമ്മൾ ഇതിനകത്ത് നിങ്ങൾക്കുള്ളിൽ പ്രസന്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമ്മളുടെ ഒരു നിലവിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ അനാലിസിസ് വെച്ച് നോക്കുന്ന സമയത്ത് നമുക്കുണ്ടാവാനുള്ള നമ്മളുടെ ക്വസ്റ്റ്യൻസിന്റെ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു നേച്ചർ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 4 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പ്രതീക്ഷിക്കുള്ളത്. അതുകൊണ്ട് തന്നെ എസ്സേ ക്വസ്റ്റ്യൻസ് നമുക്കുള്ള പരീക്ഷകളിൽ ഉണ്ടാവാറുണ്ട്. ദെൻ ഷോർട്ട് നോട്ട്സ്, ക്രിട്ടിക്സ്, കേസ് സ്റ്റഡീസ്, ഇങ്ങനെ 4 സ്വഭാവ രീതിയിലുള്ള ചോദ്യങ്ങളാണ് നമ്മുടെ ചോദ്യ പേപ്പറിൽ നമുക്ക് ഉണ്ടാവാനുള്ള സാധ്യത. ഇനി നമ്മളിതിനെ ഓരോ ബ്ലോക്കുകളെയും യൂണിറ്റ് വൈസിലേക്കും നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഓരോ യൂണിറ്റിൽ നിന്ന് ഏത് തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ എത്ര തവണ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ എത്ര തവണ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അണ്ടർസ്റ്റാൻഡിങ് ഇന്ത്യ മേജർ ഡിസ്കോഴ്സസ് എന്ന ബ്ലോക്കിൽ പാഠഭാഗത്ത് നിന്ന് എസ്സേ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വളരെ ഫ്രീക്വന്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. 20 തവണത്തോളം നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് 20 ഇതാണ് നമുക്ക് കാണിക്കുന്നത്. ദെൻ ഷോർട്ട് നോട്ട്സിലേക്ക് വരുന്ന സമയത്ത് അത് 10 മാർക്കിന്റെ അല്ലെങ്കിൽ 10 തവണ അത് നമുക്ക് ആവർത്തിക്കുന്നു. ദെൻ ക്രിട്ടിക്സിലേക്ക് വരുന്ന സമയത്ത് 5, ദെൻ കേസ് സ്റ്റഡീസ് എന്ന് പറയുന്നത് 2, ദെൻ ഇന്ററാഗേറ്റിംഗ് ഇന്ത്യൻ സൊസൈറ്റി 1 എന്നുള്ളത് എസ്സേ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 25%, നമുക്ക് അതിന്റെ ഫ്രീക്വൻസി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ഷോർട്ട് നോട്ട്സിലേക്ക് വരുന്ന സമയത്ത് 10ഉം, ക്രിട്ടിക്സ് എന്ന് പറയുന്നത് 3, കേസ് സ്റ്റഡീസ് 3, ദെൻ ഇന്ററാഗേറ്റിംഗ് ഇന്ത്യൻ സൊസൈറ്റി 2 എന്നുള്ളത് എസ്സേ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 15, ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്നത് 10, ദെൻ ക്രിട്ടിക്സ് 2, കേസ് സ്റ്റഡീസ് എന്ന് പറയുന്നത് 5 തവണയുമാണ് കാണുന്നത്. ദെൻ നമ്മൾ ഓരോ ബ്ലോക്കുകൾ ആൻഡ് യൂണിറ്റ് വൈസ് നമ്മൾ ഇതിനെ വീണ്ടും ഇൻഡെപ്തിലേക്ക് വരുന്ന സമയത്ത് അണ്ടർസ്റ്റാൻഡിങ് സെയിം രീതി തന്നെയാണ്, സെയിം പാറ്റേൺ തന്നെയാണ് നമുക്ക് കാണാനായിട്ട്
സാധിക്കുന്നത്. ദെൻ ഇനി നമ്മൾ പറഞ്ഞു ഓരോ ഭാഗങ്ങളിലെയും ഫ്രീക്വൻസീസ് പറഞ്ഞു, ഓരോ ടോപ്പിക്കുകളുടെയും അല്ലെങ്കിൽ ഓരോ യൂണിറ്റുകളിലും ആവർത്തിക്കപ്പെട്ടിട്ടുള്ള ഭാഗങ്ങളെയും അതിന്റെ ഹൈലി റെലവൻസും എല്ലാം പറഞ്ഞു. ഇനി ഇതിന്റെ ഓരോ യൂണിറ്റുകളിൽ നിന്നും അല്ലെങ്കിൽ ബ്ലോക്കുകളിൽ നിന്നും വന്നിട്ടുള്ള ചോദ്യങ്ങളുടെ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, എത്രത്തോളം മാർക്ക് ഓരോ യൂണിറ്റിലേക്ക് ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം ഓരോ യൂണിറ്റുകളെയും ഫോക്കസ് ചെയ്തുകൊണ്ട് ചോദ്യങ്ങൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ മാർക്ക് ഓരോ യൂണിറ്റുകളെയും എത്ര ശതമാനത്തോളാണ് അല്ലെങ്കിൽ എത്രത്തോളമാണ് ഫോക്കസ് ചെയ്ത് വരുന്നത് എന്ന് ഡിസ്കസ് ചെയ്യുവാണെങ്കിൽ, അണ്ടർസ്റ്റാൻഡിങ് ഇന്ത്യ മേജർ ഡിസ്കോഴ്സസ് എന്ന ഭാഗത്ത് നിന്ന് നമുക്ക് 35 മാർക്കോളം നമുക്ക് മാർക്ക് വരാനുള്ള ഒരു സാധ്യത ഈ ഭാഗത്ത് നിന്നാണ്. ദെൻ ഇന്ററാഗേറ്റിംഗ് ഇന്ത്യൻ സൊസൈറ്റി 1 എന്നുള്ള ഭാഗത്ത് നിന്ന്, എന്ന പാഠഭാഗത്ത് നിന്ന് നമുക്ക് ഒരു 40ഓളം മാർക്ക് അല്ലെങ്കിൽ 40% മാർക്ക് നമുക്ക് വരാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. ദെൻ ഇന്ററാഗേറ്റിംഗ് ഇന്ത്യൻ സൊസൈറ്റി 2 എന്നുള്ളത് 25 മാർക്കോളം നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്, അല്ലെങ്കിൽ 25ഓളം മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇന്ററാഗേറ്റിംഗ് ഇന്ത്യൻ സൊസൈറ്റി 2 എന്ന പാഠഭാഗത്തിലാണ്. ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സ് ഇൻ പാസ്റ്റ് എക്സാംസ് എന്നുള്ളതാണ്. ഇതിന്റെ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ള, നമ്മൾ തൊട്ട് മുൻപ് ഡിസ്കസ് ചെയ്തിട്ടുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷന്റെ ഒരു ബാർ ചാർട്ടിന്റെ ഒരു പ്രസന്റേഷൻ ആണ് നമ്മൾ നൽകിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുന്നത് essay ക്വസ്റ്റ്യൻസ് ആണ് തന്നെയാണ് നമുക്ക് കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ അതിന്റെ തൊട്ട് താഴെ വരുന്നത് ഷോർട്ട് നോട്ട്സുകളുടെ ഒരു സ്വഭാവ രീതിയുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെട്ട് വന്നിട്ടുള്ളത്. ദെൻ ക്രിട്ടിക്സും കേസ് സ്റ്റഡീസ് എന്ന് പറയുന്നത് ഈക്വൽ 50-50 എന്ന റേഷ്യോയിലാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ഫ്രീക്വന്റ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി നമ്മൾ ഓരോ ബ്ലോക്കുകളിലേക്ക് വരുന്ന സമയത്ത് ഓരോ ബ്ലോക്കുകളിൽ നിന്നും നമുക്ക് ചോദിക്കാനുള്ള സാധ്യതകൾ, ചോദ്യങ്ങളുടെ ഒരു നേച്ചറിനെ നമ്മൾ പരിഗണിക്കുന്ന സമയത്ത് അതിന്റെ ഒരു ഗ്രാഫിക്കൽ പ്രസന്റേഷൻ ആണ് നമ്മൾ ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. ഇങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് യെല്ലോ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗങ്ങളെല്ലാം തന്നെ essay ക്വസ്റ്റ്യൻസ് ആയിട്ടും, ഓറഞ്ച് എന്നുള്ളത് ഷോർട്ട് നോട്ടുകളായിട്ടും, ഇതിനകത്ത് പിങ്ക് ഷെയ്ഡിൽ വരുന്ന അല്ലെങ്കിൽ ഒരു റെഡ് കളറിലേക്ക് വരുന്ന ക്രിട്ടിക്സ് എന്ന ഭാഗവും, അതിൽ നിന്ന് കുറച്ചുകൂടി വെറൈറ്റി ആയിട്ട് ഒരു പിങ്ക് ഷെയ്ഡിലേക്ക് വരുന്നത് കേസ് സ്റ്റഡീസ് എന്ന രീതിയിലുമാണ് നമ്മൾ ഇതിനകത്ത് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബ്ലോക്ക് 1ൽ നിന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുവാണെങ്കിൽ essay ക്വസ്റ്റ്യൻസിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് വളരെ വലുതാണ്. ദെൻ യൂണിറ്റ് 2ലേക്ക് ബ്ലോക്ക് 2ലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെടാനുള്ള സാധ്യത ഷോർട്ട് നോട്ട്സുകളാണ്. ദെൻ നമ്മളുടെ ബ്ലോക്ക് 3ലേക്ക് വരുന്ന സമയത്ത് essays ആണ് ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെടുന്നതായിട്ട് കാണുന്നത്. ദെൻ ഈ പറഞ്ഞിട്ടുള്ള ഡിസ്കസ് ചെയ്തിട്ടുള്ള ഓരോ മാർക്കുകളുടെയും ഡിസ്ട്രിബ്യൂഷന്റെ ഒരു പൈ ചാർട്ടിന്റെ പ്രസന്റേഷൻ ആണ് വരുന്നത്. 40% ചോദ്യങ്ങളും ഉണ്ടായിരിക്കുന്നത് നമ്മളുടെ ബ്ലോക്ക് 2ൽ നിന്നാണ്. ബ്ലോക്ക് 2ൽ നിന്നാണ്. ദെൻ അണ്ടർസ്റ്റാൻഡിംഗ് മേജർ ഡിസ്കോഴ്സസ് എന്ന് പറയുന്നത് 35%, 25% ഇന്ററാഗേറ്റിംഗ് ഇന്ത്യൻ സൊസൈറ്റി 2 എന്നുള്ള ബ്ലോക്കിൽ നിന്നുമാണ് നമുക്ക് ചോദ്യങ്ങൾ ചോദ്യങ്ങൾ, അതായത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു എക്സാം പാറ്റേൺ അനാലിസിസ് നോക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനകത്ത് ഡിഫറെന്റ് മാർക്ക് അലോക്കേഷൻ നമ്മൾ കാണുന്നുണ്ട്. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഓരോ ക്വസ്റ്റ്യൻസിന്റെയും നേച്ചറിന്
ഡിപ്പെൻഡ് ചെയ്താണ്. അപ്പോൾ എസ് എ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ഒരു ഭാഗത്തിലേക്ക് വരുന്ന സമയത്ത് മെജോറിറ്റി 50% ഫോക്കസ് ചെയ്തിരിക്കുന്നത് എന്താണ്, നമ്മളുടെ പ്രധാനമായിട്ടും ചില ഡിസ്കഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. എസ്പെഷ്യലി ഇൻഡിയോളജിക്കൽ പേഴ്സ്പെക്റ്റീവ്സ് അല്ലെങ്കിൽ നാഷണലിസ്റ്റ് ഡിസ്കോഴ്സസ് മുതലായിട്ടുള്ള പേഴ്സ്പെക്റ്റീവ്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് കൂടുതൽ ചോദ്യങ്ങളും എസ് എ ക്വസ്റ്റ്യൻസിൽ ആവർത്തിക്കുവാനുള്ള സാധ്യത. ദെൻ ഷോർട്ട് നോട്ട്സിലേക്ക് വരുന്ന സമയത്ത് 30% ചോദ്യങ്ങൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കോൺസെപ്റ്റുകളെ റിലേറ്റ് ചെയ്തുകൊണ്ടാണ്. അതായത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രൈബ്സ് ഓർ വില്ലേജ് സോഷ്യൽ സ്ട്രക്ചർ, ഇത് നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് തന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇത്തരത്തിൽ ഷോർട്ട് നോട്ട്സിൽ വരുമ്പോൾ 30% കവർ ചെയ്യുന്നത് കൺസെപ്ച്വൽ ആയിട്ടുള്ള ഫ്രെയിംവർക്സുകളിലേക്കാണ്, അല്ലെങ്കിൽ കോൺസെപ്റ്റുകളിലെ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങളാണ് കാണുന്നത്. ദെൻ ക്രിട്ടിക്സ് ആൻഡ് കേസ് സ്റ്റഡീസ് എന്നൊരു ഭാഗത്തേക്ക് വരുവാണെങ്കിൽ നമ്മുടെ 20% ചോദ്യങ്ങളും ആവർത്തിക്കപ്പെട്ടിട്ടുള്ളത് പ്രധാനമായിട്ടും ഒരു ക്രിട്ടിക്കൽ അനാലിസിസിന് അല്ലെങ്കിൽ അപ്ലൈഡ് അണ്ടർസ്റ്റാൻഡിംഗുമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു സിനേറിയോ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഇൻസിഡൻസിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് 20% ചോദ്യങ്ങൾ നമുക്ക് കാണാനാവുന്നത്. അല്ലെങ്കിൽ 20% ചോദ്യങ്ങളെയും അല്ലെങ്കിൽ മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രധാനമായിട്ടും നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ക്രിട്ടിക്സ് അല്ലെങ്കിൽ കേസ് സ്റ്റഡീസ് എന്നൊരു രീതിയിൽ നമ്മൾ ചോദ്യത്തെ ഫേസ് ചെയ്യുവാണെങ്കിൽ അത്തരത്തിലുള്ള അതിനുള്ള ഒരു ഉദാഹരണമാണ് കൊളോണിയൽ അഡ്മിനിസ്ട്രേറ്റീവ് പെർസ്പെക്റ്റീവ്സ് ഓർ കേസ് സ്റ്റഡീസ് ഓൺ അർബനൈസേഷൻ എന്നുള്ളത് ഇത്തരത്തിലൊരു ക്രിട്ടിക്സിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു ചോദ്യമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ദെൻ നമ്മളുടെ ഓരോ ബ്ലോക്ക് വൈസിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു ഓരോ ബ്ലോക്കിന്റെയും ഫോക്കസിങ് ഏരിയാസ് ഏതാണ്, അല്ലെങ്കിൽ ഓരോ ബ്ലോക്കുകൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ അതിന്റെ റെലവൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിരുന്നു. ബ്ലോക്ക് 1 ഇൻ അണ്ടർസ്റ്റാൻഡിങ് ഇന്ത്യ ഈസ് ഹെവിലി ടെസ്റ്റഡ്, അതായത് കൂടുതൽ ബ്ലോക്ക് 1ലേക്ക് നമ്മൾ കൂടുതൽ നോക്കുവാണെങ്കിൽ എസ് എ ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. ദെൻ ബ്ലോക്ക് 2ലേക്ക് വരുന്ന സമയത്ത് ഇന്ററോഗേറ്റിംഗ് ഇന്ത്യൻ സൊസൈറ്റി 1 എന്നുള്ളത് ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഷോർട്ട് നോട്ട്സും എസ് എ ക്വസ്റ്റ്യൻസിന്റെയും ഒരു മിക്സ്ട്രേഷൻ നമുക്ക് ഇതിനകത്ത് കാണാം. ദെൻ ബ്ലോക്ക് 3ലേക്ക് വരുന്ന സമയത്ത് ഇന്ററോഗേറ്റിംഗ് ഇന്ത്യൻ സൊസൈറ്റി 2 എന്നുള്ള ഭാഗത്ത് കൂടുതൽ നമുക്കൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു രീതി തന്നെയാണ് കാണുന്നത്. എസ്പെഷ്യലി കൂടുതൽ വരുന്നത് ക്രിട്ടിക്സ് അല്ലെങ്കിൽ കേസ് സ്റ്റഡീസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ബ്ലോക്ക് 3യിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ട്രെൻഡ് വരുവാണെങ്കിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ബ്ലോക്ക് 1നകത്ത് 35%-ഓളം ടോട്ടൽ മാർക്കിന്റെ 35%-ഓളം വരുന്നത് ഫൗണ്ടേഷണൽ ഇമ്പോർട്ടൻസുകളായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് നമ്മൾ സോഷ്യോളജിയുടെ എമർജൻസിനെ കുറിച്ചും അല്ലെങ്കിൽ അതിന്റെ പേഴ്സ്പെക്റ്റീവ്സിനെയൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് വരുന്നത്. ദെൻ ബ്ലോക്ക് 2ലേക്ക് വരുന്ന സമയത്ത് പ്രധാനമായിട്ടും അതിന്റെ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 40%-ഓളം ഷെയർ ഇതിന്റെ ഭാഗത്ത് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷനും നമ്മുടെ ബ്ലോക്ക് 2ലേക്ക് വരുന്നുണ്ട്. പ്രധാനമായിട്ടും അതിന്റെ നമ്മുടെ കോൺസെപ്റ്റുകളിൽ റിലേറ്റ് ചെയ്തുകൊണ്ടാണ് ചോദ്യങ്ങൾ ഉണ്ടായിട്ടാണ് കാണുന്നത്. ദെൻ ബ്ലോക്ക് 3ലേക്ക് വരുന്ന സമയത്ത് 25%-വും ഒരു ക്രിട്ടിക്കൽ ആസ്പെക്റ്റിൽ നിന്നുള്ള ആൻസർ റൈറ്റിംഗും അതിന്റെ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷനുമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കൃത്യമായിട്ട് ഏതൊക്കെ രീതിയിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നു, അല്ലെങ്കിൽ ഓരോ ടോപ്പിക്കിന്റെ റെലവൻസ്, അതിന്റെ ഫ്രീക്വൻസി, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഈ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളവയുടെ പ്രയോറിറ്റീസും അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ്, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ്, ഇതെല്ലാം നോക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ഫോക്കസ് ചെയ്യേണ്ട ഭാഗങ്ങൾ ഏതാണെന്ന് നമ്മൾ പഠിച്ചിരുന്നു. ഇതിനകത്ത് മനസ്സിലാക്കുവാണെങ്കിൽ ഫസ്റ്റ് ഫോക്കസ് ഏരിയാസ് നമ്മൾ പറയുന്നത് പ്രയോറിറ്റൈസ് ബ്ലോക്ക് 1ഉം 2 ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. കൂടുതലും ചോദ്യങ്ങൾ ഉണ്ടാവുന്നത് എസ് എ ക്വസ്റ്റ്യൻസും ഷോർട്ട് നോട്ട്സും കൂടുതൽ ആവർത്തിക്കപ്പെട്ടിട്ടുള്ളത് ബ്ലോക്ക് 1, 2 എന്നുള്ള ഭാഗങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോക്കസ്ഡ് ഏരിയ എന്ന് പറയുന്നത് ബ്ലോക്ക് 1ഉം 2ഉം ആയിരിക്കണം. ദെൻ ബാലൻസ് തിയറിന്റെ ആപ്ലിക്കേഷൻസ് എന്ന രീതിയിൽ വരുന്ന സമയത്ത് കൂടുതലായിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ഫോക്കസ് ചെയ്യുന്ന പറയുന്ന ഭാഗത്ത് നിന്ന് വരുന്ന പിന്നെ അടുത്തൊരു പ്രിപ്പറേഷന്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമ്മൾ തിയററ്റിക്കൽ ഫ്രെയിം വർക്സുകളെ കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ അവയെ ക്രിട്ടിക്സ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി, അവയുടെ ഒരു ക്രിട്ടിക്കൽ ഫ്രെയിം വർക്ക് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. എസ്പെഷ്യലി അതിന്റെ നമ്മളുടെ റിയൽ ലൈഫ് ഇൻസിഡൻസുമായിട്ടെല്ലാം നമുക്ക് കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ തിയറികളെ നമ്മൾ പഠിക്കുവാനായിട്ട് ശ്രമിക്കുക. ദെൻ മറ്റൊരു സ്ട്രാറ്റജി പ്ലാൻ എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് മാർക്ക് ടാർഗറ്റിംഗ് എന്നാണ്. കൃത്യമായിട്ട് ഓരോ മാർക്കുകളുടെ അടിസ്ഥാനത്തിൽ മാർക്കുകളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് എങ്ങനെ റൈറ്റിംഗ് സ്കിൽ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ അടുത്ത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അതിനായിട്ട്
നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള essay ക്വസ്റ്റ്യൻസിന്റെയും ഷോർട്ട് നോട്ട്സിന്റെയും കേസ് സ്റ്റഡീസിന്റെയും ആണെങ്കിലും ക്രിട്ടിക്സിന്റെ ആണെങ്കിലും എല്ലാം മാർക്കുകൾ എത്ര മാർക്കിനാണ് ചോദ്യങ്ങൾ ഉണ്ടാവുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്ത് എഴുതുവാനുള്ള രീതി നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. അതിനായിട്ട് നമ്മൾ ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള ഹൈലി റെലവൻസ് ഏതാണ്, മീഡിയം ഏതാണ്, ലോ റെലവൻസ് ആയിട്ടുള്ള ബ്ലോക്കുകൾ ഏതാണ്, അല്ലെങ്കിൽ ടോപ്പിക്കുകൾ ഏതാണെന്നുള്ളത് നമ്മൾ ഇതിനകത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഭാഗങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട് 20 മാർക്കിന്റെയും 15 മാർക്കിന്റെയും അല്ലെങ്കിൽ 10 മാർക്കിന്റെയും ഒക്കെ ആൻസർ റൈറ്റിംഗ് സ്കിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു രീതി. അപ്പൊ മാർക്കിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് എഴുതുവാനുള്ള ഒരു കഴിവ് നമ്മൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രിപ്പറേഷൻസിന്റെ രീതിയും ഇതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഓരോ ഏരിയയും essay ക്വസ്റ്റ്യൻസിന് എത്രത്തോളം എഴുതണം, അതിനായിട്ടുള്ള കണ്ടന്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ മുൻകൂട്ടി തന്നെ പ്രീ പ്ലാൻ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന കാര്യം. കാരണം പരീക്ഷാ ഹാളിൽ നമുക്ക് ഒരുപാട് സമയം ചിന്തിച്ചിരിക്കുവാനുള്ള സമയം ഉണ്ടായിരിക്കില്ല. കാരണം 3 മണിക്കൂർ മാത്രമാണ് നമ്മളുടെ പരീക്ഷ ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ ഓരോ ക്വസ്റ്റ്യൻസിനെയും ഏത് രീതിയിൽ അറ്റംപ്റ്റ് ചെയ്യണം എന്നതിനെ പറ്റിയിട്ട് നിങ്ങൾക്കൊരു പ്രീ പ്ലാൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ദെൻ നമ്മളുടെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഓരോ ബ്ലോക്ക് വൈസ് അല്ലെങ്കിൽ യൂണിറ്റ് വൈസ് നമുക്ക് റിപ്പീറ്റ് ചെയ്യപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതാണ്, അതിന്റെ മാർക്ക് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മളൊരു PYQ-ലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുവാണ്. ദെൻ അതിനകത്ത് യൂണിറ്റ് ഹിന്റോളജിക്കൽ പെർസ്പെക്റ്റീവ്സ് എന്ന ഭാഗത്ത് നിന്ന് വരുന്ന സമയത്ത് നമുക്ക് ഉദാഹരണമായിട്ട് അല്ലെങ്കിൽ നമുക്ക് വന്നിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് ഡിസ്ക്രൈബ് ദ ഹിന്റോളജിക്കൽ പെർസ്പെക്റ്റീവ് ആൻഡ് ഗിവ് ഇറ്റ്സ് ക്രിട്ടിക് വിത്ത് എക്സാമ്പിൾസ് എന്നുള്ളതാണ്. 4 തവണ ഈ ചോദ്യം ആവർത്തിച്ചിട്ടുണ്ട്. 20 മാർക്കിന് തന്നെ essay ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ദെൻ നാഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ്, ഡിസ്കസ് AR ദേശായിസ് വ്യൂസ് ഓൺ നാഷണലിസം ഇൻ ഇന്ത്യ എന്നുള്ളത് 5 തവണ ചോദിച്ചിട്ടുണ്ട്. 20 മാർക്കിന്റെ ചോദ്യം തന്നെയാണ്, അതും essay ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ദെൻ ട്രൈബ്, വാട്ട് ആർ ദ ഡിസ്റ്റിങ്റ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രൈബ്സ് ഇൻ ഇന്ത്യ എന്നുള്ളത് 6 തവണ ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. 20 മാർക്കിന്റെ essay ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ദെൻ വില്ലേജ് ആൻഡ് അർബനൈസേഷൻ എന്ന യൂണിറ്റിൽ നിന്ന് വാട്ട് ഈസ് ദ റോൾ ഓഫ് മൈഗ്രൻസ് ഇൻ ദ പ്രോസസ് ഓഫ് അർബനൈസേഷൻ ഇൻ ഇന്ത്യ എന്നുള്ളത് 3 തവണ ചോദിച്ചിട്ടുണ്ട്. 10 മാർക്കിന്റെ ചോദ്യമായിട്ടാണ് വന്നിട്ടുള്ളത്. ദെൻ ഫാമിലി, ഡിസ്കസ് ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫാമിലീസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് 4 തവണ ആവർത്തിക്കപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. ആവറേജ് മാർക്ക് 10 മാർക്കിന്റെ രീതിയിൽ തന്നെയാണ് ചോദ്യം കാണാനായിട്ട് സാധിക്കുന്നത്. ദെൻ റിലീജിയൻ, എക്സ്പ്ലെയിൻ ദ സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ് ഓൺ റിലീജിയൻ ബൈ ദുർഖൈം, വെബർ ആൻഡ് മാർക്സ്. ഈ 3 സോഷ്യോളജിസ്റ്റിന്റെയും സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ് ആണ്. റിലീജിയനെ കുറിച്ചുള്ള സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ് 5 തവണ ചോദിച്ചിട്ടുണ്ട്. 20 മാർക്കിന്റെ രീതിയിൽ തന്നെയാണ് ചോദ്യം ഉണ്ടായിട്ടുള്ളത്. ദെൻ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഓരോ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെയും ഒരു ബാർ ചാർട്ട് പ്രസന്റേഷൻ ആണ് നമ്മൾ നൽകിയിരിക്കുന്നത്. ദെൻ അതിന്റെ ഒരു പൈ ചാർട്ടിന്റെ പ്രസന്റേഷൻ കൂടെയാണ് നമ്മൾ ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. ഓരോ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് ആ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഭാഗങ്ങൾ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഭാഗങ്ങൾ നമ്മളോട് സൂചിപ്പിക്കുന്നത് നമ്മളുടെ പ്രിപ്പറേഷനിൽ നമ്മൾ എത്രത്തോളം ഫോക്കസ് ചെയ്ത് പഠിക്കണം എന്നുള്ളതിനെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫോക്കസിങ് ഈ വളരെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള അല്ലെങ്കിൽ ഹൈലി റെലവെന്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക.
നമുക്ക് ഇത്തവണ 2024 ചോദ്യങ്ങൾ ആവർത്തിക്കുവാനുള്ള സാധ്യത, അല്ലെങ്കിൽ നമുക്ക് 2024 ഡിസംബറിലെ ടേം ആൻഡ് എക്സാമിൽ ആവർത്തിക്കുവാനുള്ള പാഠഭാഗങ്ങൾ ഇത്തവണയും ആവർത്തിക്കാനുള്ള പാഠഭാഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻഡോളജിക്കൽ പെർസ്പെക്റ്റീവ് എന്ന യൂണിറ്റിൽ നിന്ന് ക്രിട്ടിക് ഓഫ് ഇൻഡോളജിക്കൽ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് വളരെ ഹൈലി പ്രോബബിലിറ്റി ആണ്, ഇത്തവണയും ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ദെൻ നാഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് AR ദേശായിസ് നാഷണലിസം വ്യൂസ് എന്ന് പറയുന്നത് ഹൈലി റെലവെന്റ് ആയിട്ടുള്ള, വളരെ പോപ്പുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈലി റെലവൻസ് കൊടുത്ത് പഠിക്കേണ്ട ഭാഗമാണ്. ദെൻ ട്രൈബ് എന്ന് പറയുന്ന യൂണിറ്റിലേക്ക് വരുവാണെങ്കിൽ ട്രൈബൽ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് അഗ്രേറിയൻ ഇഷ്യൂസ് എന്ന് പറയുന്നത് വളരെ ഹൈലി റെലവെന്റ് കൊടുത്തിട്ടുള്ള ഭാഗമായതിനാൽ ഇത്തവണയും നമുക്ക് ഈ ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. ദെൻ വില്ലേജ് ആൻഡ് അർബനൈസേഷൻ, അർബൻ മൈഗ്രേഷൻ പാറ്റേൺസ് എന്നുള്ളത് ഒരു മീഡിയം ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത് ഇത്തവണയും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു മീഡിയം പ്രോബബിലിറ്റി ചാൻസ് ആണ്, അതല്ലെങ്കിൽ 50-50 ചാൻസ് ആണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത്. അതോടൊപ്പം തന്നെ ഫാമിലി, ന്യൂക്ലിയർ ആൻഡ് ജോയിന്റ് ഫാമിലി ഡൈനാമിക്സ് എന്നുള്ളത് നമ്മൾ ഇത്തവണ ഒരു 50-50 ചാൻസിൽ തന്നെയാണ് ആ ചോദ്യം നമ്മൾ ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. ദെൻ റിലീജിയൻ എന്ന യൂണിറ്റിലേക്ക് വരുവാണെങ്കിൽ സോഷ്യോളജിക്കൽ തിയറീസ് ഓൺ റിലീജിയൻ എന്ന് പറയുന്നത് വളരെ ഹൈലി പ്രഡിക്ഷൻ കാണുന്ന ഒരു ചോദ്യമാണ്, അല്ലെങ്കിൽ പാഠഭാഗമാണ്. കാരണം വളരെയധികം ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് നമ്മളുടെ ഒരു ടോപ്പിക്കുകളുടെ പ്രോബബിലിറ്റി റേറ്റിംഗ്സ് നോക്കുവാണെങ്കിൽ റെഡിൽ മാർക്ക് ചെയ്തിരിക്കുന്നതെല്ലാം തന്നെ വളരെ ഹൈലി ഫോക്കസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് ഇത്തവണയും വരാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു 98 അല്ലെങ്കിൽ 99% നമ്മൾ കൺഫേം തരുന്ന ഒരു ഭാഗമാണ് റെഡ് കളറിൽ വരുന്നത്. ദെൻ യെല്ലോ കളർ ഷെയ്ഡിലേക്ക് വരുന്നത് മീഡിയം ലെവലിൽ, അല്ലെങ്കിൽ മീഡിയം നമ്മളൊരു 50-50 ചാൻസിൽ നമുക്ക് പ്രഡിക്ഷൻ ആണ് കാണിക്കുന്നത്. അതിന്റെ ഒരു പൈ ചാർട്ടിന്റെ പ്രസന്റേഷൻ ആണ് ഈ കാണിച്ചത്. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ അതിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് എന്നുള്ളതാണ്. ദെൻ നമ്മൾ ഓരോ രീതിയിലെയും ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ രീതിയിലാണ് പ്രിപ്പറേഷൻസ് ചെയ്യേണ്ടത് എന്നുള്ളത് പറയുവാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൈലി ഫോക്കസ് ചെയ്യേണ്ട ഭാഗങ്ങളെ നിങ്ങൾ കൂടുതൽ സമയവും, അല്ലെങ്കിൽ നിങ്ങൾ അതിന്റെ പ്രിപ്പറേഷൻസ് എന്ന് പറയുന്നത് പല പെർസ്പെക്റ്റീവിൽ നിന്ന് പഠിക്കേണ്ടതാണ്. എസ് എ തന്നെ വരുന്ന സമയത്ത് അത് കേസ് സ്റ്റഡീസ്, ക്രിട്ടിക്സ് എന്ന രീതിയിൽ തന്നെ നമ്മൾ അത് പഠിക്കേണ്ടതുണ്ട്. ആ വശങ്ങളെ കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി മീഡിയം ലെവലിലേക്ക് വരുന്ന സമയത്ത് കൂടുതലും ചോദിച്ചിരിക്കുന്നത് കോൺസെപ്റ്റുകളാണ്. അതുകൊണ്ട് തന്നെ ആ കോൺസെപ്റ്റുകൾക്ക് അനുയോജ്യമായിട്ടുള്ള എക്സാമ്പിൾസ് കൂടെ നിങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ സ്ട്രാറ്റജീസിൽ നിന്നുള്ള റൈറ്റിംഗ് സ്കിൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ പല ആംഗിളുകളിൽ ചിന്തിക്കുവാനും ആ രീതിയിലുള്ള പോയിന്റ്സുകൾ കണ്ടെത്തുവാനും നിങ്ങൾ തയ്യാറെടുക്കുക എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നത്, നമ്മൾ ക്വസ്റ്റ്യൻസിന്റെ ഒരു നേച്ചർ നമ്മൾ കണ്ടതാണ്. ക്രിട്ടിക്സ് ഉണ്ട്, കേസ് സ്റ്റഡീസ് ഉണ്ട്, ഇത്തരത്തിൽ പല രീതിയിലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്ട്രാറ്റജീസ് ചെയ്യുന്ന സമയത്ത് ഒരു സിംഗിൾ പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം നമ്മൾ ഒരു പരീക്ഷ അല്ലെങ്കിൽ പഠിക്കാതെ അതിന്റെ പഠിക്കുമ്പോൾ തിയറീസ് പഠിക്കുന്ന സമയത്ത് അതിന്റെ നെഗറ്റീവ് വശങ്ങൾ, അല്ലെങ്കിൽ അതിന്റെ ആ തിയറിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്രിട്ടിക്സ് കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഭാഗങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്യാം. ദെൻ നമ്മൾ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് 2024 ഡിസംബറിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യ പേപ്പറിന്റെ മോഡലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ നമ്മളുടെ പരീക്ഷ എന്ന് പറയുന്നത് 100 മാർക്കിന് 3 മണിക്കൂറിലാണ് പരീക്ഷ വരുന്നത്. നമുക്ക് ആ പരീക്ഷ നൽകിയിട്ടുള്ള ചോദ്യ പേപ്പറിൽ നിന്ന് 5 ചോദ്യങ്ങളാണ് നമ്മൾ തിരഞ്ഞെടുത്ത് എഴുതേണ്ടതായിട്ട് വരുന്നത്. എല്ലാ ചോദ്യങ്ങൾക്കും തുല്യമായിട്ടുള്ള മാർക്കാണ്, 20 മാർക്കാണ് ഉണ്ടാവുക. 400 വേർഡ്സിലാണ് നമ്മൾ എഴുതേണ്ടത്. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ സോഷ്യോളജിയുടെ പരീക്ഷകൾ എഴുതുന്ന സമയത്ത് ഓരോ ആൻസേഴ്സിനും കൃത്യമായിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള എക്സാമ്പിൾസ് കൊടുത്ത് എഴുതുന്നത് നിങ്ങളുടെ ആൻസേഴ്സ് വളരെ ഇംപ്രസീവ് ആയിട്ട് കാണിക്കും. അതോടൊപ്പം തന്നെ ആൻസർ റൈറ്റിംഗിൽ കൃത്യമായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. ദെൻ ബോഡി ഉണ്ടായിരിക്കണം. ബോഡി എന്ന് ഉദ്ദേശിക്കുന്നത് കണ്ടന്റ് ആണ്. ഈ കണ്ടന്റുകൾക്ക് സബ് ടൈറ്റിൽസ് കൊടുക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളും സോഷ്യോളജിസ്റ്റുകളെയും തിയറീസിന്റെയോ പേര് മെൻഷൻ ചെയ്യുന്ന സമയത്ത് അതിനെ അണ്ടർലൈൻ ചെയ്ത് കൊടുക്കുകയോ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നതും നമ്മളുടെ ആൻസേഴ്സിനെ പെട്ടെന്ന് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന, അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്നതിനായിട്ട് സഹായിക്കും. എഴുതുക. ദെൻ ബോഡിക്ക് ശേഷം നിങ്ങളുടെ ആൻസേഴ്സ് വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് അതിന് ചെറിയൊരു കൺക്ലൂഷൻ കൊടുക്കുക. കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഒരുപാട് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന നിങ്ങളുടേതായിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവോ അല്ലെങ്കിൽ ആ ഒരു ഡിസ്കഷൻസുമായിട്ട് കൃത്യമായ രീതിയിൽ അതിനെ വൈൻഡ് അപ്പ് ചെയ്യുന്ന രീതിയിൽ ഒരു ഔട്ട്ലൈൻ, ഒരു കൊഹിയറൻസ് ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് വരേണ്ടത്. ഈ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഒരുപാട് എഴുതണമെന്നില്ല, ഒരു 3-4 സെന്റൻസിനകത്ത് ഒതുക്കിയാലും മതി.
ദെൻ നമ്മൾ എഴുതുന്ന സമയത്ത് ഈ കണ്ടന്റ് റൈറ്റിംഗിലേക്ക് വരുന്ന സമയത്ത് ബോഡി നമ്മുടെ ആൻസേഴ്സിന്റെ ബോഡീസ് എന്ന് പറയുന്ന സമയത്ത് അതിന് കൃത്യമായിട്ട് പാരഗ്രാഫ് തിരിച്ചുകൊണ്ട് നിങ്ങൾ എഴുതുന്നതാണ് ഏറ്റവും നല്ലത്. ഈ പാരഗ്രാഫുകൾ തമ്മിൽ ഒരു കൊഹിയറൻസ് ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു കണക്ഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം ശ്രമിക്കുക. കാരണം ഫസ്റ്റ് പാരഗ്രാഫ് അവസാനിക്കുന്നതിൽ നിന്ന് തന്നെ സെക്കൻഡ് പാരഗ്രാഫ് എന്ന് പറയുന്നത് ഫസ്റ്റ് പാരഗ്രാഫിന്റെ ഒരു കണ്ടിന്യൂഷൻ അല്ലെങ്കിൽ ഒരു ഇന്റർ കണക്ഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങൾ എഴുതുന്നത് കുറച്ചുകൂടി നിങ്ങളുടെ ആൻസേഴ്സിനെ ഒരു സ്ട്രക്ചർ, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുന്നതിന് സഹായിക്കും. മാക്സിമം നിങ്ങൾ അത്തരത്തിൽ എഴുതുവാനായിട്ട് ശ്രമിക്കുക. ദെൻ നമ്മളൊരു ക്വസ്റ്റ്യൻ മോഡലിലേക്ക് വരുവാണെങ്കിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് അല്ലെങ്കിൽ പ്രധാനമായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ നമ്മുടെ ഒരു ഹൈലി ഫോക്കസ് ചെയ്യുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഡിസ്കോഴ്സസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പൊ നമുക്ക് അത്തരത്തിലൊരു ചോദ്യം പരിചയപ്പെടുവാണെങ്കിൽ critically analyze the ideological perspective in the context of Indian society, discuss its critique and relevance in contemporary times എന്നുള്ളൊരു ഭാഗം ചോദിക്കാം. ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. ദെൻ അടുത്തൊരു ചോദ്യം ഈ ഒരു മേജർ ഡിസ്കോഴ്സസുമായിട്ട് ബന്ധപ്പെട്ട് വരാനുള്ള മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ AR ദേശായി's view on Indian nationalism, emphasizing the phases of nationalism and their sociological significance. ദെൻ നമ്മളുടെ സെക്കൻഡ് വരാനുള്ള സാധ്യത, നമുക്ക് സെക്കൻഡ് യൂണിറ്റിൽ നമുക്ക് വരാനുള്ള ചോദ്യം നമ്മൾ കൊളോണിയൽ ആൻഡ് നാഷണലിസ്റ്റ് പെർസ്പെക്റ്റീവിൽ നിന്ന് വരാനുള്ള ഒരു ചോദ്യത്തിന്റെ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഹൗ ഡിഡ് കൊളോണിയൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് കോൺട്രിബ്യൂട്ട് ടു ദ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യോളജി ഇൻ ഇന്ത്യ, ഇവാലുവേറ്റ് ദെയർ പെർസ്പെക്റ്റീവ്സ് വിത്ത് എക്സാമ്പിൾസ് എന്നുള്ളത്. ദെൻ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന മറ്റൊരു ചോദ്യമാണ് എക്സാമിൻ ദ ഇമ്പാക്ട് ഓഫ് നാഷണലിസ്റ്റ് ഐഡിയോളജീസ് ഓൺ ദ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പ് ഓഫ് പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ. മൂന്നാമത്തെ ചോദ്യം വരാനുള്ള സാധ്യത ട്രൈബ്സ് ആൻഡ് വില്ലേജസ് ഇൻ ഇന്ത്യൻ സൊസൈറ്റിയിൽ നിന്നുള്ള പാഠഭാഗത്ത് നിന്ന് വരുവാണെങ്കിൽ ചോദ്യം ഉണ്ടാവാനുള്ള പ്രഡിക്ഷൻ എന്ന് പറയുന്നത് ഡിഫൈൻ ദ കോൺസെപ്റ്റ് ഓഫ് എ ട്രൈബ്, ഡിസ്കസ് ദ ഡിസ്റ്റിങ്റ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രൈബ്സ് ഇൻ ഇന്ത്യ ആൻഡ് ദ ചാലഞ്ചസ് ദേ ഫേസ് ഇൻ കണ്ടംപററി സൊസൈറ്റി. ഇനി മറ്റൊരു ചോദ്യം കൂടെ നമുക്ക് വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഇവാലുവേറ്റ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് മൈഗ്രേഷൻ ആൻഡ് urbanization in shaping the social structure of villages and towns in India. ദെൻ നമ്മളുടെ അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് ഫാമിലി ആൻഡ് കിൻഷിപ്പ് സിസ്റ്റംസ് എന്നുള്ള ഭാഗത്ത് നിന്ന് നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഇത്തരത്തിലായിരിക്കും ചോദ്യത്തിന്റെ സാധ്യത. ഡിസ്കസ് ദ ഇവാലുവേഷൻ ഓഫ് ജോയിന്റ് ഫാമിലി സിസ്റ്റംസ് ഇൻ ഇന്ത്യ, how do modern societal changes impact family dynamics എന്നുള്ളത്. അതായത് ജോയിന്റ് ഫാമിലിയിൽ വന്നിട്ടുള്ള മാറ്റത്തെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. Then explain the significance of kinship systems in Indian society, focusing on rules of descent and residence. Okay. ഈ ചോദ്യം വന്നിരിക്കുന്നത് കിൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള കിൻഷിപ്പ് സിസ്റ്റം എങ്ങനെയാണ് ഇന്ത്യൻ സൊസൈറ്റിയിൽ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ ഇമ്പാക്റ്റുകളും അത് ആ കിൻഷിപ്പ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റൂൾസുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 5ലേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് വരാനുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് റിലീജിയൻ ആൻഡ് സൊസൈറ്റി എന്നുള്ള പാഠഭാഗം ഡിസ്കസ് ചെയ്യുവാണെങ്കിൽ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ദ sociological theories on religion by Durkheim, Weber and Marx in the Indian context. അതായത് ദുർഖെയിമിന്റെയും വെബറിന്റെയും മാർക്സിന്റെയും സോഷ്യോളജിക്കൽ തിയറീസ് പെർസ്പെക്റ്റീവ്സ്, അതായത് തിയറീസ് റിലീജിയനെ കുറിച്ചുള്ള തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ്സ് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ചർച്ച ചെയ്യുക അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. അതിനെ കമ്പയർ ചെയ്യാനും കൂടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു ചോദ്യം ഈ ഭാഗത്ത് വരുവാണെങ്കിൽ അനലൈസ് ദ റോൾ ഓഫ് റിലീജിയൻ ഇൻ ഇന്ത്യൻ സൊസൈറ്റി ഇൻ ഫോസ്റ്ററിംഗ് യൂണിറ്റി ആൻഡ് ഡിവിഷൻ, പ്രൊവൈഡിംഗ് കണ്ടംപററി എക്സാമ്പിൾസ് എന്നുള്ളതാണ്. ദെൻ അടുത്തൊരു ചോദ്യം എക്കണോമി ആൻഡ് സൊസൈറ്റി എന്നുള്ള പാഠഭാഗത്ത് വരുവാണെങ്കിൽ എക്സാമിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഫോർമൽ എക്കണോമി ആൻഡ് വിമൻസ് ലേബർ ഇൻ ഇന്ത്യ, വാട്ട് ആർ ദ ചാലഞ്ചസ് ആൻഡ് പൊട്ടൻഷ്യൽ സൊല്യൂഷൻസ് എന്നുള്ളതാണ്. അതായത് ഇൻഫോർമൽ എക്കണോമിയിൽ ഇൻഫോർമൽ എക്കണോമിയും വുമൻസ് ലേബറും തമ്മിലുള്ള ഒരു കണക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇൻഫോർമൽ എന്ന് പറയുന്നത് ഔദ്യോഗികപരമല്ലാത്ത രീതി എന്നാണ്. അപ്പൊ വുമൻസ് ലേബറുമായിട്ടുള്ള ഒരു കണക്ഷൻ വരുന്ന സമയത്ത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് വിമൻസ് ചെയ്യുന്ന ജോലികൾ പലപ്പോഴും എന്താണ് ഇൻഫോർമൽ ആയിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. അതായത് സ്ത്രീകൾ ഇന്ത്യൻ സൊസൈറ്റിയിലെ അല്ലെങ്കിൽ ഇന്ത്യൻ സ്ത്രീകൾ എന്ന് പറയുന്നത് വിമൻസ് എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് സ്ത്രീകളും പെയ്ഡ് വർക്ക് അല്ല ചെയ്യുന്നത്. അവർ വീട്ടു ജോലികളുമായിട്ടും അല്ലെങ്കിൽ കുട്ടികളെ പരിപാലിക്കുക, ഭർത്താവിനെ പരിപാലിക്കുക, പാചകം ചെയ്യുക, ഇത്തരത്തിലുള്ള ജോലികളുമായിട്ടാണ് കൂടുതൽ ജീവിതം അല്ലെങ്കിൽ അവരുടെ തൊഴിൽ എന്ന് പറഞ്ഞാൽ അവരുടെ സമയം കൂടുതൽ ചെലവഴിക്കുന്ന ഇത്തരം ജോലികളിലാണ്. കൂടുതലും പെയ്ഡ് ആയിട്ടുള്ള ഒരു ജോലിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളല്ല. അതുകൊണ്ട് തന്നെ ഇൻഫോർമൽ എക്കണോമിയിലാണ് സ്ത്രീകളുടെ ലേബർ എപ്പോഴും പരിഗണിക്കപ്പെടാറുള്ളത്. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു ആൻസർ അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. ദെൻ ഡിസ്കസ് ദ ഇമ്പാക്ട് ഓഫ് ലിബറലൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ ഓഫ് ഇന്ത്യാസ് എക്കണോമിക് ആൻഡ് സോഷ്യൽ സ്ട്രക്ചർ. അതായത്
ലിബറലൈസേഷനും ഗ്ലോബലൈസേഷനും ഇന്ത്യൻ സോഷ്യൽ ആൻഡ് സാമൂഹികവും സാമ്പത്തികപരമായിട്ടുള്ള സ്ട്രക്ചറിൽ ഉണ്ടായിട്ടുള്ള മാറ്റമാണ് നമ്മൾ, അല്ലെങ്കിൽ അതിന്റെ സ്വാധീനമാണ് ചോദ്യം. ദെൻ അടുത്ത ഭാഗത്തിലേക്ക് വരുവാണെങ്കിൽ കാസ്റ്റ് ആൻഡ് എത്നിസിറ്റി ഇൻ ഇന്ത്യൻ സൊസൈറ്റി എന്ന പാഠഭാഗത്ത് നിന്ന് നമുക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ഡ്യൂമോൺസ് അപ്രോച്ച് ടു അണ്ടർസ്റ്റാൻഡിംഗ് ദ കാസ്റ്റ് സിസ്റ്റം ഇൻ ഇന്ത്യ. അതായത് നമ്മളുടെ ലൂയിസ് ഡ്യൂമോണ്ടിന്റെ കാസ്റ്റ് സിസ്റ്റം ഇൻ ഇന്ത്യനെ എന്ന് പറയുന്ന പെർസ്പെക്റ്റീവിനെ ക്രിറ്റിക്സ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. Then distinguish between race and ethnicity and explain how ethnicity shapes social identity in India എന്നുള്ളതാണ്. ദെൻ നമ്മളുടെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുവാണെങ്കിൽ പൊളിറ്റി ആൻഡ് നേഷൻ ബിൽഡിംഗ് എന്നുള്ള പാഠഭാഗത്തു നിന്നാണെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യം, ഡിസ്കസ് ദ മേജർ ചാലഞ്ചസ് ടു നേഷൻ ബിൽഡിംഗ് എഫേർട്സ് ഇൻ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യ. ഓക്കെ, നമ്മളുടെ നാഷണൽ ബിൽഡിംഗ് സമയത്ത് നമ്മൾ നേരിട്ടിട്ടുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള നാഷണൽ ബിൽഡിംഗ് എഫേർട്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ നേരിട്ടിട്ടുള്ള ചാലഞ്ചസുകൾ എന്തൊക്കെയാണെന്നുള്ളതും അതിന്റെ എക്സ്പ്ലനേഷനുമാണ് നമ്മൾ കൊടുക്കേണ്ടത്. ദെൻ ഇതേ ഭാഗത്തു നിന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അനലൈസ് ദ റോൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ അഡ്രസിംഗ് ദ സോഷ്യോ പൊളിറ്റിക്കൽ ഇൻഇക്വാളിറ്റീസ് വിത്ത് ഇൻ ഇന്ത്യൻ സൊസൈറ്റി. ഓക്കെ, ഇന്ത്യൻ സൊസൈറ്റിയിൽ കണ്ടുവരുന്ന സോഷ്യോ പൊളിറ്റിക്കൽ ഇൻഇക്വാളിറ്റീസിനെ അഡ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ ആ മാറ്റി നിർത്തുന്നതായിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വഹിച്ചിട്ടുള്ള പങ്ക് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ആ രീതിയിലാണ് നമ്മൾ ചോദ്യം അറ്റംപ്റ്റ് ചെയ്യുന്നത്. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫീച്ചേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുകൂടെ നമ്മൾ ഈ ആൻസർ അറ്റംപ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എനിവേ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് നമ്മളുടെ ഇഗ്നു ഫോക്കസ് 3.0 നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള BSOC 102 സോഷ്യോളജി ഇൻ ഇന്ത്യ, അല്ലെങ്കിൽ ഇന്ത്യൻ സോഷ്യോളജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുകളെയും അത് ഏത് രീതിയിലാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ ഭാഗങ്ങളെ ഫോക്കസ് ചെയ്ത് പഠിക്കണം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷനിലൂടെ മനസ്സിലാക്കി തന്നിട്ടുള്ളത്. അതായത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള പാഠഭാഗങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. കാരണം നമ്മളുടെ നിലവിലുള്ള ഇതുവരെ കഴിഞ്ഞിട്ടുള്ള പരീക്ഷകളുടെ ടേം ആൻഡ് എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡിസ്കഷൻ ആണ് നമ്മളുടെ ഇഗ്നു ഫോക്കസ് 3.0 അൾട്ടിമേറ്റ് അനാലിസിസിലൂടെ നമ്മൾ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഭാഗങ്ങൾക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്ത് കൊടുക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യമുണ്ട്, ഹൈലി റെലവൻസ്, മീഡിയം റെലവൻസ്, ലോ റെലവൻസ് എന്നുള്ളത്. ഈ ഭാഗങ്ങൾ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് കമ്പാരിറ്റീവ്ലി നിങ്ങൾ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് ഹൈ റെലവന്റ് ആയിട്ടുള്ള ഭാഗങ്ങളെയും, മീഡിയം എന്നുള്ളത് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഹൈ റെലവൻസ് കൊടുത്തിട്ടുള്ള ഭാഗത്ത് നിന്ന് കമ്പാരിറ്റീവ്ലി ചെറിയൊരു ഒരു മീഡിയം എഫേർട്ട് ഇട്ട് അല്ലെങ്കിൽ മീഡിയം ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഭാഗമായിട്ടും, ലോ റെലവൻസിൽ വന്നിട്ടുള്ള പാഠഭാഗങ്ങൾ നമ്മൾ മാറ്റി നിർത്തേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ മാറ്റി നിർത്തരുത്. നിങ്ങൾക്ക് അതേ പറ്റിയുള്ള വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാക്കുക, അല്ലെങ്കിൽ അത് കൂടെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. അതായത് പൂർണ്ണമായിട്ടും ആ ഭാഗത്തു നിന്ന് ചോദ്യം വരുന്നില്ല എന്നൊരർത്ഥമില്ല. പക്ഷെ നിങ്ങളുടെ കമ്പാരിറ്റീവ്ലി നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന മറ്റ് രണ്ട് ഭാഗങ്ങളെ അപേക്ഷിച്ച് നിങ്ങളുടെ ടൈമും അല്ലെങ്കിൽ നിങ്ങളുടെ ഫോക്കസ് കമ്പാരിറ്റീവ്ലി നിങ്ങൾക്ക് കുറയ്ക്കാം എന്നുള്ളതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കിയിട്ടുള്ളത്. എല്ലാവർക്കും ഇഗ്നു ഫോക്കസ് 3.0 നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള BSOC 102ന്റെ PYQ അൾട്ടിമേറ്റ് അനാലിസിസ് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിൽ വളരെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. എല്ലാവർക്കും BA സോഷ്യോളജിയുടെ കോർ പേപ്പർ BSOC 102 എന്ന സബ്ജക്റ്റിന്റെ പരീക്ഷ പരീക്ഷയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നിങ്ങൾ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നുവിൽ നിന്ന് ഡിഗ്രി PG MBA ഒക്കെ നേടാം. 22ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺവൈസിൽ അവൈലബിൾ ആണ്. കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും. ലേൺവൈസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഒട്ടും സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.